രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായ ബി.ജെ.പിയുടെ രേഖ ഗുപ്ത വ്യാഴാഴ്ച സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം രൂപപ്പെടുത്തുന്നതിൽ വനിതാ നേതാക്കൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. രേഖ ഗുപ്ത മുഖ്യമന്ത്രി ആയതോടെ ഇന്ത്യയിലെ വനിതാ മുഖ്യമന്ത്രിമാരെക്കുറിച്ചുള്ള ചർച്ച വീണ്ടും സജീവമായിരിക്കുകയാണ്. സ്ത്രീ പുരുഷാനുപാതത്തിൽ സ്ത്രീകളുടെ എണ്ണം കൂടുതലുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയും ഒരു വനിതാ മുഖ്യമന്ത്രി പോലും ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കേരളത്തിലല്ലെങ്കിലും കുറച്ചു കാലത്തേക്കെങ്കിലും ഒരു മലയാളി വനിത മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിട്ടുണ്ട് എന്നതാണ് കൗതുകകരം. രേഖ ഗുപ്തയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയുമാണ് രാജ്യത്തെ നിലവിലുള്ള വനിതാ മുഖ്യമന്ത്രിമാർ. രേഖ ഗുപ്തയ്ക്ക് മുമ്പ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച വനിതാ മുഖ്യമന്ത്രിമാരെ പരിചയപ്പെടാം. സുചേത കൃപലാനി, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് സുചേത കൃപലാനി. 1963 ഒക്ടോബർ 2 മുതൽ 1967 മാർച്ച് 13 വരെയുള്ള കാലയളവിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി ഉത്തർപ്രദേശിൽ അവർ സേവനമനുഷ്ഠിച്ചു. നന്ദിനി സത്പതി, ഒഡീഷ. 1972 ജൂൺ 13 മുതൽ 1976 ഡിസംബർ 16 വരെ ഒഡീഷ മുഖ്യമന്ത്രിയായി. കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് അവർ മുഖ്യമന്ത്രിയായത്. ശശികല കഗോദർ, ഗോവ. 1973 ഓഗസ്റ്റ് മുതൽ 1989 ഏപ്രിൽ 27 വരെ ഗോവൻ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു അവർ. അൻവറ തൈമൂർ, ആസാം. 1980 ഡിസംബർ 6 മുതൽ 1981 ഡിസംബർ 30 വരെ ആസാമിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് അൻവറ മുഖ്യമന്ത്രി പദത്തിലെത്തിയത്. വി.എൻ. ജാനകി രാമചന്ദ്രൻ, തമിഴ്നാട്. എം.ജി.ആറിന്റെ പത്നി. വൈക്കം സ്വദേശിയായ അവർ അണ്ണാ ഡി.എം.കെയെ പ്രതിനിധീകരിച്ച് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി. 1988 ജനുവരി 7 മുതൽ 1988 ജനുവരി 30 വരെയുള്ള 24 ദിവസമാണ് അവർ മുഖ്യമന്ത്രി പദത്തിലിരുന്നത്. ചലച്ചിത്ര നടിയായിരുന്നു. കേരളത്തിലല്ലെങ്കിലും മുഖ്യമന്ത്രിയായ ഏക മലയാളി വനിത. ജയലളിത, തമിഴ്നാട്. അണ്ണാ ഡി.എം.കെയെ പ്രതിനിധീകരിച്ച് 1991 ജൂൺ 25 തമിഴ്നാട് മുഖ്യമന്ത്രിയായി. 5 തവണ തമിഴ്നാട് മുഖ്യമന്ത്രിയായ ഇവർ 1991-96, 2001, 2002, 2006, 2011-14, 2015-16 എന്നീ കാലയളവിലാണ് ജയലളിത തമിഴ്നാട് മുഖ്യമന്ത്രിയായത്. മായാവതി, ഉത്തർപ്രദേശ്. ബഹുജൻ സമാജ്വാദി പാർട്ടി നേതാവായ മായാവതി 1995 ജൂൺ 13 മുതൽ 2012 മാർച്ച് 15 വരെ മുഖ്യമന്ത്രിയായി. ഉത്തർപ്രദേശിലെ ആദ്യ വനിതാ ദളിത് മുഖ്യമന്ത്രി കൂടിയാണ് മായാവതി. രജീന്ദർ കൗർ ബട്ടൽ, പഞ്ചാബ്. 1996 നവംബർ 21 മുതൽ 1997 ഫെബ്രുവരി 12 വരെ കോൺഗ്രസിന്റെ പഞ്ചാബിലെ മുഖ്യമന്ത്രിയായിരുന്നു രജീന്ദർ കൗർ. പഞ്ചാബിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് രജീന്ദർ കൗർ. റാബറി ദേവി, ബീഹാർ. രാഷ്ട്രീയ ജനതാദൾ നേതാവായ ലാലു പ്രസാദ് യാദവിന്റെ ഭാര്യ റാബറി ദേവി 1997 ജൂലൈ 25 മുതൽ 2005 മാർച്ച് 6 വരെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി. ബീഹാറിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് അവർ. സുഷമ സ്വരാജ്, ഡൽഹി. ബി.ജെ.പിയെ പ്രതിനിധീകരിച്ച് 1998 ഒക്ടോബർ 12 മുതൽ 1998 ഡിസംബർ 3 വരെ സുഷമ സ്വരാജ് ഡൽഹി മുഖ്യമന്ത്രിയായി. ഡൽഹിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് സുഷമ സ്വരാജ്. ഷീല ദീക്ഷിത്, ഡൽഹി. 1998 ഡിസംബർ 3 മുതൽ 2013 ഡിസംബർ 28 വരെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു ഷീല ദീക്ഷിത്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു അവർ. ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്ന വ്യക്തി കൂടിയാണ് ഷീല ദീക്ഷിത്. ഉമാഭാരതി, മധ്യപ്രദേശ്. ബി.ജെ.പിയെ പ്രതിനിധീകരിച്ച് 2003 ഡിസംബർ 8 മുതൽ 2004 ഓഗസ്റ്റ് 23 വരെ ഉമാഭാരതി മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി സേവനം ചെയ്തു. വസുന്ധര രാജെ, രാജസ്ഥാൻ. 2003 ഡിസംബർ 8 മുതൽ 2018 ഡിസംബർ 17 വരെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി. ബി.ജെ.പിയെ പ്രതിനിധീകരിച്ച് 2 തവണ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി. മമതാ ബാനർജി, പശ്ചിമ ബംഗാൾ. 2011 മെയ് 20 മുതൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചാണ് അവർ മുഖ്യമന്ത്രിയായത്. ആനന്ദിബെൻ പട്ടേൽ, ഗുജറാത്ത്. 2014 മെയ് 22 മുതൽ 2016 ഓഗസ്റ്റ് 7 വരെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ബി.ജെ.പിയെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയായിരുന്നു അവർ. ഗുജറാത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് ആനന്ദിബെൻ പട്ടേൽ. മെഹബൂബ മുഫ്തി, ജമ്മു കാശ്മീർ. 2016 ഏപ്രിൽ 4 മുതൽ 2018 ജൂൺ 19 വരെയാണ് ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത്.
ജമ്മു ആൻഡ് കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവാണ് അവർ. ജമ്മു കാശ്മീരിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് മെഹബൂബ മുഫ്തി. അതിഷി, ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു അതിഷി. ആം ആദ്മി പാർട്ടിയെ പ്രതിനിധീകരിച്ച് 2014 സെപ്റ്റംബർ 21 മുതൽ 2025 ഫെബ്രുവരി 20 വരെ മുഖ്യമന്ത്രിയായി.